സോ ഗുഡ് ഈവനിങ് എവറി വൺ. നമ്മുടെ അഗ്രികൾച്ചറൽ എക്കണോമിക്സിന്റെ Q&A സെഷനിലെ ആദ്യത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ്, അതായത് ഈ അടുത്ത കാലത്ത് നമ്മുടെ അഗ്രികൾച്ചറൽ എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഫ്രീ സെഷനിൽ കണ്ടിട്ടുണ്ടാവായിരിക്കും. ബട്ട് സ്റ്റിൽ ആ ചോദ്യങ്ങളൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാം. കാരണം അറ്റൻഡ് ചെയ്യാത്ത അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കതൊന്ന് കിട്ടും. പിന്നെ അതിനുശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ സിലബസിൽ നിന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ വരുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം. ആരാണ് എക്കണോമിക്സിനെ സയന്റിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്തത് പറയാമോ? പെട്ടെന്ന് ആൻസർ ചെയ്താൽ നമുക്ക് എത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. ഓക്കെ, ആരാണ് സയന്റിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്തത്? യെസ്, ലയണൽ റോബിൻസ് ആണല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ. വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്ത് കൊണ്ടുവന്നു. ആഡം സ്മിത്ത് എഴുതിയ പുസ്തകത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? ആരെങ്കിലും വോയിസ് ഓൺ ആക്കി പറയാമോ? ആഡം സ്മിത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് കേട്ടോ. വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ആഡം സ്മിത്ത് എഴുതിയ പുസ്തകത്തിന്റെ പേര്. ആൽഫ്രഡ് മാർഷാല് വെൽഫെയർ ഡെഫിനിഷൻ ആണ് കൊണ്ടുവന്നത്. ആൻഡ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നായിരുന്നു അല്ലേ. യെസ്, പോൾ സാമുവൽസൺ ആണ് നമ്മുടെ ഗ്രോത്ത് ഡെഫിനിഷൻ ഒക്കെ കൊണ്ടുവന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. ഇനി ഇഫ് വി ഹാവ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഇഫ് വി ഇൻക്രീസ് ഓൾ ദി ഇൻപുട്സ് ബൈ 5%, then the output will be increasing by. ഒരു ഫേം കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ ഇൻപുട്ടും 5% വെച്ച് ഞാൻ കൂട്ടുവാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എത്ര ശതമാനമായിട്ട് കൂടും? യെസ്, ഈക്വൽ ടു 5% അല്ലേ. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാലോ. 3 ടൈപ്പ് ഓഫ് റിട്ടേൺസ് ആണ് നമ്മൾ ലോങ് റണ്ണിൽ കാണുന്നത്: ഇൻക്രീസിംഗ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ആൻഡ് ഡിക്രീസിംഗ് റിട്ടേൺസ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ലോങ് റൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതൊരു ഷോർട്ട് റൺ കോൺസെപ്റ്റ് അല്ല, ഒരു ലോങ് റൺ കോൺസെപ്റ്റ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻപുട്ടുകളും ഒരേ സമയം നമ്മൾ ഇങ്ങനെ കൂട്ടി കൊടുത്തോണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ ലേബറും ക്യാപിറ്റലും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കൂ. അത് ഞാൻ 1 യൂണിറ്റ് ആയി കൂട്ടി, വീണ്ടും 1 യൂണിറ്റ് കൂട്ടി 2 യൂണിറ്റ് ആക്കി, വീണ്ടും 1 യൂണിറ്റ് കൂട്ടി 3 യൂണിറ്റ് ആക്കി. അങ്ങനെ എല്ലാം സൈമൾട്ടേനിയസ് ആയി ഞാൻ കൂട്ടുന്ന സമയത്ത് എന്റെ ഔട്ട്പുട്ടിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. സോ ഓരോ അഡീഷണൽ യൂണിറ്റ് എന്റെ എല്ലാ ഇൻപുട്ടുകളും ഞാൻ കൂട്ടുന്ന സമയത്ത് എന്റെ ടോട്ടൽ ഔട്ട്പുട്ട് പ്രപ്പോർഷനേറ്റ്ലി കൂടുവാണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ആണ്. കൂടുതൽ ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ്. എന്നാൽ കറസ്പോണ്ടിങ് 1 യൂണിറ്റ് ഞാൻ കൂട്ടുമ്പോൾ 1 യൂണിറ്റിനേക്കാൾ കുറവ് ഇൻക്രീസ് ആണ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് എങ്കിൽ അതിനെ നമ്മൾ ഡിമിനിഷിംഗ് റിട്ടേൺസ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺസ് എന്നാണ് പറയുക. സോ ഇതാണ് റിട്ടേൺസ് ടു സ്കെയിൽ. പക്ഷെ നമ്മുടെ ഫാക്ടർ പ്രോഡക്റ്റ് റിലേഷൻഷിപ്പിലൊക്കെ എന്തായിരുന്നു? നമ്മളൊരു ഷോർട്ട് റൺ കോൺസെപ്റ്റ് ആയിരുന്നു നോക്കിയിരുന്നത് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഷോർട്ട് റണ്ണിൽ ഏതെങ്കിലും നമുക്ക് ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു വേരിയബിൾ ഫാക്ടറിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കൂട്ടി കൊടുത്തോണ്ടിരുന്നത് അല്ലെ. ഫെർട്ടിലൈസർ കൂടി നോക്കി അല്ലെങ്കിൽ ലേബർ ഇൻപുട്ട് കൂട്ടി നോക്കി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ടിനെ ഉണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ TPP കർവ് ഒക്കെ ഡിറൈവ് ചെയ്തെടുത്തത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ ഇൻപുട്ടുകളും, അവിടെ ഒരു ഫിക്സ്ഡ് ഇൻപുട്ടും ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻപുട്ടുകളും സൈമൾട്ടേനിയസ് ആയി കൂട്ടുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ എന്താ, 5% എല്ലാം ഞാൻ കൂട്ടുന്ന സമയത്ത് അത്ര തന്നെ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വ്യത്യാസമാണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈക്വൽ ടു 5% ആയിരിക്കും. കാരണം എന്താ, ഇവിടെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിമാൻഡ് ഫോർ ലേബർ ഈസ് കോൾഡ് ഡിറൈവ്ഡ് ഡിമാൻഡ് ബിക്കോസ്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഡിമാൻഡ്, ലേബറിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡിനെ നമ്മൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്? ഡിമാൻഡ് ലേബർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ. ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് ലേബറിനെ നമ്മൾ ഒരു പ്രൊഡ്യൂസർ ഗുഡ് ആയിട്ടാണോ കൺസിഡർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഗുഡ് ആയിട്ടാണോ കൺസിഡർ ചെയ്തിരുന്നത്? ഒരു പ്രൊഡ്യൂസർ ഗുഡ് ആയിട്ടാണ് അതിൽ കൺസിഡർ ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അസിസ്റ്റ് ചെയ്യുന്ന സംഗതിയാണ് ഈ പറയുന്ന ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ലേബറിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഏത് ടൈപ്പ് ഡിമാൻഡ് ആണ്? 2 തരത്തിൽ നമ്മൾ ഡിമാൻഡിനെ പറയാറുണ്ട്. ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയാറുണ്ട്, ഇൻഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയാറുണ്ട്. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രൈമറി ഗുഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ്. ഓക്കെ, പ്രൈമറി ഗുഡ്സ് ആണ് കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രൈമറി ഗുഡ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും? ഡയറക്റ്റ് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, പൊതുവെ ഡയറക്റ്റ് ഡിമാൻഡ് ആയിരിക്കും. കാരണം എന്താ, ഇത് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നു, അതിലൂടെ ഈ പറയുന്ന ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലെ. ഡയറക്റ്റ് കൺസംഷൻ വഴി ഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഗുഡ്സിനെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നത്? കൺസ്യൂമർ ഗുഡ്സ് അല്ലെങ്കിൽ പ്രൈമറി ഗുഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് എന്തായിരിക്കും? ഡയറക്റ്റ് ഡിമാൻഡ് ആണ്. കാരണം ഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് അല്ലെ. പക്ഷെ ലേബർ എന്ന് പറയുന്നത് അങ്ങനെയാണോ? എന്റെ പറമ്പിൽ ഞാൻ ഒരു 3-4 പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടോ? ഇല്ല. പക്ഷെ ആ ലേബറിനെ ഞാൻ വെക്കുന്ന സമയത്ത് അവരുടെ വർക്ക് വഴി എന്റെ പ്രൊഡക്ഷൻ കൂടുകയും അതിലൂടെ കൺസംഷന് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെയോ കിട്ടുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്റെ കൺസംഷനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ലേബർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി എന്റെ പറമ്പിൽ
പറമ്പിൽ പണി ഉണ്ടെങ്കിൽ മാത്രമേ ആക്ച്വലി ഞാൻ ആൾക്കാരെ ഹയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്റെ പറമ്പിൽ പണിയില്ലെങ്കിൽ ഞാൻ ആൾക്കാരെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ കൺസംഷൻ റിക്വയർമെന്റ്സ് ആണ് ലിറ്ററലി എന്റെ ലേബർ റിക്വയർമെന്റിന് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രൈമറി ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഇൻ ടേൺ ഡിമാൻഡ് ഫോർ ദ സെക്കൻഡറി ഗുഡ്സിലേക്ക് പോവാണ് അല്ലെ. അപ്പൊ സെക്കൻഡറി ഗുഡ്സ് എന്താണ്? സെക്കൻഡറി ഗുഡ്സിന് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്, പ്രൊഡ്യൂസർ ഗുഡ്സ് എന്ന് പറയുന്നത്, പ്രൊഡ്യൂസർ ഗുഡ്സിലാണ് നമ്മുടെ എല്ലാ ഇൻപുട്ടുകളും വരുന്നത് അല്ലെ. സീഡ്, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, ഇറിഗേഷൻ വാട്ടർ, മെഷീനറി, എക്യുപ്മെന്റ്സ്, ലേബർ, ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മുഴുവനും നമുക്ക് എന്ത് പറയാം, ഒരു പ്രൊഡ്യൂസർ ഗുഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ സെക്കൻഡറി ഗുഡ് എന്ന് ഡിഫൈൻ ചെയ്യാം. കാരണം എന്താ, ഇവരൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട്, എന്റെ കയ്യിലൊരു 10 കിലോ ചാക്ക് എന്താണ് MOP ഇരുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പക്ഷെ അത് ഞാൻ എന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുമ്പോൾ ഇൻ ടേൺ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്തിന്, കൺസ്യൂമർ ഗുഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് കൺസ്യൂമർ ഗുഡ്സിന് വേണ്ടിയിട്ട് എനിക്ക് ഡയറക്റ്റ് ഡിമാൻഡ് ഉണ്ട്. സോ ഈ ഡയറക്റ്റ് ഡിമാൻഡ് ഇൻഡയറക്ട്ലി മറ്റൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ഡിമാൻഡ്. അല്ലെങ്കിൽ അതിനെ ഏത് ഗുഡ്സിലേക്കാണ് അത് പോകുന്നത്, നമ്മുടെ സെക്കൻഡറി ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഗുഡ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഡിമാൻഡ് ഫോർ ലേബറിനെ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിമാൻഡ് ഫോർ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു വേജ് റേറ്റ്, ഡിപ്പെൻഡന്റ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഗുഡ്, ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ വർക്ക്. എന്തായിരിക്കും ആൻസർ? എ അല്ലേ ആൻസർ അല്ലെ? ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഡിമാൻഡ് ഫോർ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഈ പറയുന്ന പ്രൊഡ്യൂസർ ഗുഡിനും ഡിമാൻഡ് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? എനിക്കൊരു തംസപ്പ് തന്നെ എല്ലാവരും ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അടുത്തത് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി. ഇതൊന്നും ഇപ്പൊ നമ്മുടെ സിലബസിൽ കാര്യമായിട്ടില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഒരു ഏരിയ ആണ് കേട്ടോ. എന്താണ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസിയിൽ എന്താണ് സംഭവിക്കുന്നത്? കറൻസിയുടെ വാല്യൂവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. എക്സ്പാൻഷനറി മോണിറ്ററി പോളിസിയിൽ ടെൻ ടു ലീഡ് ഇൻ ഡിപ്രീസിയേഷൻ ഓഫ് ദ നാഷണൽ കറൻസി എന്ന് വരുന്നുണ്ട് ആൻസർ. മറ്റെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. എക്സ്പാൻഷനറി മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും പൊതുവെ നമ്മൾ നമ്മുടെ എക്കണോമിക് ലെവൽ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മാക്രോ എക്കണോമി ലെവലിൽ പൊതുവെ ഉപയോഗിക്കാറുള്ള രണ്ട് പോളിസികളാണ്. ഈ മോണിറ്ററി പോളിസി എന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, മോണിറ്ററി എപ്പോഴും RBI ആയിട്ടല്ലേ, നമ്മുടെ സെൻട്രൽ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പൊ RBI പൊതുവെ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. RBI പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന സാധനം അവർ വേരി ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അവർ വേരി ചെയ്യും. പിന്നെ അതുപോലെ അവർ ചെയ്യുന്ന കാര്യം എന്താണ്? പ്രിന്റിംഗ് ഓഫ് കറൻസി ആണ്. പ്രിന്റിംഗ് ഓഫ് കറൻസി. ഈ രണ്ട് സാധനങ്ങളാണ് ഈ പറയുന്ന മോണിറ്ററി പോളിസിയിൽ ആൾട്ടർ ചെയ്യുന്നത്. ഇനി അതുപോലെ മറ്റൊരു പോളിസി ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ ഗവൺമെന്റ് ആണ്. ഓക്കെ, ഗവൺമെന്റ് പൊതുവെ എങ്ങനെയായിരിക്കും മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്? രണ്ട് രീതിക്കായിരിക്കും. ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ടാക്സ് ആൾട്ടർ ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, ഒന്ന് ടാക്സ് ആൾട്ടർ ചെയ്തിട്ടായിരിക്കും. രണ്ടാമത്തത് അവർ എന്ത് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്? മോസ്റ്റ്ലി ഈ പറയുന്ന ഗവൺമെന്റ് ഷെയർസ്, ബോണ്ട്, സെക്യൂരിറ്റീസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിറ്റും വാങ്ങിയൊക്കെയാണ് ഈ പറയുന്ന ഫിസ്ക്കൽ പോളിസിയിൽ ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസി എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടെർമിനോളജിയാണ്, ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ ഇൻഫ്ലേഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ശ്രദ്ധിച്ചിരിക്കേണ്ട എക്കണോമിയിലെ രണ്ട് ഫെനോമിനൻസ് ആണ് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും. ഇൻഫ്ലേഷൻ എന്താണ്? മലയാളം ഓർത്തിരുന്നാൽ മതി, പണപ്പെരുപ്പം അല്ലെ. പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പണം ഒരുപാട് എക്കണോമിയിൽ അത്രയും എന്താണ് ഒത്തിരി ഉണ്ട്, അതിനെയാണ് നമ്മൾ പണപ്പെരുപ്പം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ എക്കണോമിയിൽ ഇഷ്ടം പോലെ പൈസയാണ്, ആൾക്കാരുടെ അടുത്തോടൊക്കെ ഇഷ്ടം പോലെ പൈസയാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല, ശരിയല്ലേ? ഒത്തിരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് വാല്യൂ കുറവായിരിക്കും, ഇത്തിരി ഉള്ളെങ്കിൽ നമുക്ക് ഒരുപാട് വാല്യൂ ആയിരിക്കും. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ആരുടെ അടുത്തും കാശില്ല. അതുകൊണ്ട് എന്തായിരിക്കും അവസ്ഥ? കയ്യിലിരിക്കുന്ന കുറച്ച് കാശിന് ഇഷ്ടം പോലെ വാല്യൂ ആയിരിക്കും അല്ലെ. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പണ്ട് കാർന്നവന്മാർ പറയുന്നു എന്താണ് 10 ഏക്കറും 20 ഏക്കറും ഒക്കെ ചിലപ്പോൾ 500, 1000 രൂപയ്ക്ക് വിറ്റു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എന്താ, നമ്മുടെ 1 സെന്റിന് 2 സെന്റിനൊക്കെ ആയിട്ട് നമ്മൾ എത്ര 5 ലക്ഷം 10 ലക്ഷം കൊടുക്കുന്നുണ്ട് അല്ലെ. കാരണം ഇപ്പൊ എല്ലാവരുടെ അടുത്തും കാശുണ്ട്, അതുകൊണ്ട് എന്താ, മണി വാല്യൂ കുറവാണ്. ഓക്കെ, സോ ഇതാണ് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും. അപ്പൊ ഡിഫ്ലേഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ പൊതുവെ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത്. കാരണം ആൾക്കാരുടെ അടുത്ത് പൈസ ഇല്ല, അപ്പൊ ആൾക്കാരുടെ അടുത്തേക്ക് പൈസ എത്തിക്കണം. അപ്പൊ നമ്മൾ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി, RBI ഒരുപാട് കറൻസി പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബാങ്ക് റേറ്റ് ഒക്കെ കുറച്ചു കൊടുക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആൾക്കാർ കൂടുതൽ എപ്പോഴും ലോൺ എടുക്കും, ശരിയല്ലേ? കാരണം കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരത്തില്ല അല്ലെ. അപ്പൊ എല്ലാം കുറച്ചു കൊടുക്കും. ഒരുപാട് കറൻസി എക്കണോമിയിൽ എത്തിക്കും പ്രിന്റ് ചെയ്തിട്ട്. അതുപോലെ എന്ത് ചെയ്യും? ബാങ്ക് റേറ്റും കാര്യങ്ങളും കുറച്ച് കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റ് കൂടുതൽ അവൈലബിൾ ആക്കി കൊടുക്കും. അങ്ങനെ എക്കണോമിയിൽ കൂടുതൽ മണി എത്തിക്കും. അതിനെയാണ് നമ്മൾ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. സോ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിൽ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എക്കണോമിയിലെ മണി സപ്ലൈ കൂടും, ശരിയല്ലേ? എക്കണോമിയിൽ മൊത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് ഓഫ് മണി കൂടും. എമൗണ്ട് ഓഫ് മണി കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വാല്യൂ ഓഫ് മണിക്ക് എന്ത് സംഭവിക്കും? അപ്രീഷിയേറ്റ് ചെയ്യോ ഡിപ്രീഷിയേറ്റ് ചെയ്യോ? അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് മണി കൂടുക, ഡിപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് മണി കുറയുക. ഇനി ആൻസർ ചെയ്യാൻ പറ്റുമോ? പറഞ്ഞേ.
ഏതായിരിക്കും ആൻസർ വരിക? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി സംഭവിക്കുന്ന സമയത്ത് അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? എക്കണോമിയിലേക്ക് ഒരുപാട് മണി ഇഞ്ചക്റ്റഡ് ആവാണ്. ഒത്തിരി മണി ഇഞ്ചക്റ്റഡ് ആവുന്ന സമയത്ത് മണി വാല്യൂ എന്ത് സംഭവിക്കും? കുറയല്ലേ ചെയ്യുക? യെസ്, കുറയാണ് ചെയ്യുക അല്ലെ. കാരണം എന്താ? കൂടുതൽ മണി എത്തുമ്പോഴത്തേക്കും കുറവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഫിസിക്കൽ പോളിസിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇൻഫ്ലേഷന്റെ സമയത്ത് എന്താ? യെസ്, ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, ഫിസിക്കൽ പോളിസിയിൽ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലേഷൻ നടക്കുമെന്ന് വിചാരിക്കൂ. എന്തായിരിക്കും ചെയ്യുക? ടാക്സിന്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൾക്കാരുടെ ടാക്സ് കൂട്ടും അല്ലെ, കമ്മോഡിറ്റി ടാക്സസ് കൂട്ടും, ഇൻകം ടാക്സ് കൂട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആൾക്കാർക്ക് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇത്രയും പൈസ ഗവൺമെന്റ് പിടിച്ചെടുക്കുവാണ്. അപ്പൊ എക്കണോമിയിലെ മണി സപ്ലൈ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ വീണ്ടും മണി വാല്യൂ ബാക്ക് ടു നോർമൽ ആവും അല്ലെ. ഇനി അതുപോലെ ഇൻഫ്ലേഷന്റെ സമയത്ത് ഷെയറും ബോണ്ടും ഒക്കെ എന്ത് ചെയ്യും? ഗവൺമെന്റ് സെല്ല് ചെയ്യാൻ തുടങ്ങും. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ്, ഷെയർസ്, ബോൺസ് ഒക്കെ എന്ത് ചെയ്യും? പബ്ലിക്കിലേക്ക് സെല്ല് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ട് ആൾക്കാർ അതൊക്കെ വാങ്ങും അല്ലെ. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഇപ്പൊ ഇരിക്കുന്നത് ഷെയറും ബോണ്ട് സെക്യൂരിറ്റീസും ക്യാപിറ്റലാണ് അല്ലെ. ഷെയറുകളും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ആ പറയുന്ന പൈസയൊക്കെ എവിടെ എത്തി? ഗവൺമെന്റിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ എന്ത് സംഭവിച്ചു? ഗവൺമെന്റിലെ മണി സപ്ലൈ കുറഞ്ഞു. ഇങ്ങനെയാണ് ഫിസിക്കൽ പോളിസിയിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? ഇതിനെയാണ് നമ്മൾ എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. സോറി, കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ടോട്ടൽ പ്രൊഡക്ഷൻ ഇസ് മാക്സിമം ഫോർ ലേബർ ഇൻപുട്ട്, ആവറേജ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റിന് എന്താ സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ എക്കണോമിക്സ് എന്നുള്ള ചോദ്യമാണ്. APL 0 എന്നുള്ള ആൻസർ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമം എന്ന് പറഞ്ഞാൽ വേണം ഇതൊന്ന് റീഫ്രെയിം ചെയ്ത് തരാം. ഇതിനെ നമ്മൾ TP എന്നാ പറയാ. TP അല്ലെങ്കിൽ TPP, ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് മാക്സിമം ആവുമ്പോൾ ലേബർ ഇൻപുട്ടിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ആവറേജ് പ്രൊഡക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുക? യെസ്, റീഫ്രെയിം ചെയ്തപ്പോഴത്തേക്കും കിട്ടി. യെസ്, മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് 0 അല്ലെ. MPL. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, APP എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്. അത് തന്നെയാണ് AP എന്ന് പറയുന്നത്. ഓക്കെ, MPP എന്നാണ് പഠിക്കാറുള്ളത്. അത് തന്നെയാണ് ഈ പറയുന്ന മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, TPP എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്, ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്. അത് തന്നെയാണ് ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മൾ ഇവിടെ ഒക്കെ പഠിക്കുന്ന എന്തായിരുന്നു? ഒരു വേരിയബിൾ ഇൻപുട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു അല്ലേ. അവിടെ നമ്മൾ പണ്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഫെർട്ടിലൈസർ എന്താണ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അല്ലെ. യൂറിയയുടെ പാക്കറ്റ് 100 ഗ്രാം ഇട്ടു, 200 ഗ്രാം ഇട്ടു, 300 ഗ്രാം ഇട്ടു. അങ്ങനെ ഞാൻ അഡീഷണലി കൃത്യമായിട്ട് ഓരോരോ അഡീഷണൽ യൂണിറ്റ് ഇട്ട സമയത്തും എന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ത് സംഭവിച്ചു, മാർജിനൽ പ്രൊഡക്ഷൻ എന്ത് സംഭവിച്ചു. അതുപോലെ ഇവിടെ ഞാൻ ലേബർ ഇൻപുട്ട് കൂട്ടി എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന APL അല്ലെങ്കിൽ MPL എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ TPP മാക്സിമം ആവുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഫാക്ടർ പ്രോഡക്റ്റ് റിലേഷൻഷിപ്പ് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടി? TPP മാക്സിമം ആവുന്ന ഈ പോയിന്റിൽ നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. സ്റ്റിൽ ഡിക്രീസിംഗ് ആണ്, പക്ഷെ 0 ആയ പോയിന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്തായിരിക്കും? B ആയിരുന്നു അല്ലെ. MPL is equal to 0 എന്നുള്ളതായിരിക്കും. APP ഈക്വൽ ടു ഒരിക്കലും 0 ആവില്ല കേട്ടോ. കാരണം എന്താ? APP ഇങ്ങനെ കുറഞ്ഞു പോകത്തേ ഉള്ളൂ, ഒരിക്കലും X ആക്സിസിൽ ടച്ച് ചെയ്യാറില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് സ്റ്റേജ് 1ന്റെ അവസാനമാണ് നമ്മുടെ MPP APP ഈക്വൽ ആവുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ക്ലിയർ അല്ലേ? ശരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ട്രസ് സെയിൽ? ഡിസ്ട്രസ് സെയിലിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ് ഈ ഓപ്ഷൻസിൽ? ഡിസ്ട്രസ് സെയിൽ എന്താന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ? നമ്മൾ മാർക്കറ്റിംഗിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ശരിക്കും ഡിസ്ട്രസ് സെയിലിന് എക്സാമ്പിൾ അല്ലാത്തത് അല്ലെ. അപ്പൊ ആൻസർ D തന്നെയാണ്. കാരണം നമ്മൾ പൊതുവെ ഡിസ്ട്രസ് സെയിൽ പഠിക്കാറുള്ളത് എപ്പോഴാണ്? മാർക്കറ്റഡ് സർപ്ലസ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റബിൾ സർപ്ലസ് എന്നാണ് അല്ലെ. കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വയറ് മുറുക്കി എടുത്ത് കൺസംഷൻ റിക്വയർമെന്റ്സ് വെട്ടി കുറച്ചിട്ട് ഈ പറയുന്ന ഫാർമർ അവിടെ കൊണ്ട് എത്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇൻഇലാസ്റ്റിക് ക്യാഷ് റിക്വയർമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് അല്ലെ. കാരണം എന്താ? ആ സമയത്ത് മേടിച്ച കടങ്ങളും കാര്യങ്ങളും വീട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഈ പറയുന്ന പ്രൊഡക്റ്റിന് കിട്ടുന്ന പ്രൈസിനേക്കാൾ എത്രയോ കുറവ് പ്രൈസിന് വേണമെങ്കിലും വിൽക്കേണ്ടി വരും അല്ലെ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് MSP-നേക്കാൾ വളരെ കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ട വാല്യൂ കിട്ടുന്നുണ്ടാവില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ എന്താ? സെല്ലിംഗ് പ്രൈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പക്ഷേ കംപ്ലീറ്റ് ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപ ചെലവ് വന്നിട്ടുള്ള ആ പ്രൊഡ്യൂസിന് മൊത്തത്തിൽ ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടാവുള്ളൂ, പക്ഷെ 1.5 ലക്ഷം രൂപ കടമാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന B എന്ന് പറയുന്നതും C എന്ന് പറയുന്നതും A എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? ഡിസ്ട്രസ് സെയിലാണ്. സോ ഈ പറയുന്ന എക്സാമ്പിൾ അല്ലാത്ത എന്താ? സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടുന്ന റവന്യൂ ആണല്ലേ ഇവിടെ. റവന്യൂ ആണിത്, കോസ്റ്റ് ആണിത്. സോ റവന്യൂ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ ഡിസ്ട്രസ് സെയിൽ എന്ന് പറയത്തില്ല അല്ലെ. യെസ്. അടുത്തത്, when APP is increasing, how does the MPP will behave in a production function? ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ APP കൂടുന്ന സമയത്ത് MPPക്ക് എന്താ സംഭവിക്കുക? APP കൂടുന്ന സമയത്ത് MPPക്ക് എന്താ സംഭവിക്കുക? ശരി, APP കൂടുന്ന സ്റ്റേജ് ഏതാണ് ആദ്യം പറഞ്ഞേ? ഇത് ആൻസർ ചെയ്യുന്നതിന് മുന്നേ APP കൂടുന്ന സ്റ്റേജ് ഏതാണ്? സ്റ്റേജ് 1 ആണോ, സ്റ്റേജ് 2 ആണോ, സ്റ്റേജ് 3 ആണോ? സ്റ്റേജ് 1. സ്റ്റേജ് 2ൽ APP എന്താ സംഭവിക്കുന്നത്? കൂടുവാണോ കുറയുവാണോ?
സ്റ്റേജ് 2 APP എന്താ സംഭവിക്കുക? ആവറേജ് ഫിസിക്കൽ പ്രൊഡക്റ്റിന് എന്താ സംഭവിക്കുക? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? മനസ്സിലായില്ല. യെസ്, ഡിക്രീസ് ചെയ്യും. യെസ്, ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ APP കൂടുന്ന സമയത്ത് MPP എന്താ സംഭവിക്കുക? MPP കൂടുവാണോ കുറയുവാണോ? ആൻസർ നോക്കി പറഞ്ഞേ, ഓപ്ഷൻ നോക്കി പറഞ്ഞേ. ഗ്രേറ്റർ ആണോ ലെസർ ദാൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പറയാമോ? ഗ്രാഫ് വേഗം കൊണ്ടുവരൂ, പെട്ടെന്ന് ആൻസർ ചെയ്യൂ. എനിക്ക് ആൻസർ ഒന്നും കിട്ടിയില്ലല്ലോ. യെസ് വന്നു തുടങ്ങി. ഓക്കെ, താങ്ക് യു. APP is greater than MPP is greater than APP ആണ് അല്ലെ. MPPക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാലോ? കൂടുവാണോ കുറയുവാണോ എന്നാണ് ചോദ്യമെങ്കിലോ? APP കൂടുന്ന സമയത്ത് MPPക്ക് എന്ത് സംഭവിക്കുക? കൂടുവാണോ കുറയുവാണോ? APP കൂടുന്ന സമയത്ത് MPP എങ്ങനെ കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്വസ്റ്റ്യൻ ഇതാണ്. APP ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻക്രീസ് ദെൻ ഡിക്രീസ് അല്ലെ. MPPക്ക് ഓക്കെ, എന്റെ നെറ്റ്വർക്ക് ലാഗ് ആയതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, ആദ്യം MPP കൂടുവാണ് ചെയ്യുന്നത് അല്ലെ. MPP കൂടുന്നു, മാക്സിമം പോയിന്റ് എത്തുന്നു, ഡിക്രീസ് ചെയ്യുന്നു, എന്നിട്ട് APPയോട് ഈക്വൽ ആവുന്നു. ആ പോയിന്റ് വരെയും APP കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ MPPയുടെ ബിഹേവിയർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ശരിയാണ്, ഡിക്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ശരിയാണ്. സോ ബോത്ത് കൊടുത്തേക്കണം. ഓക്കെ, ആൻഡ് MPP ആദ്യം APPയേക്കാൾ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേജ് 1 ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൊഡക്ഷന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? സ്റ്റേജ് 1 ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൊഡക്ഷന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കോ, ഈക്വൽ ടു 1 ആയിരിക്കോ, ലെസ് ദാൻ 1 ആയിരിക്കോ, ലെസ് ദാൻ 0? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം MPP ഗ്രേറ്റർ ദാൻ APP ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു MPP ഡിവൈഡഡ് ബൈ APP ആണ് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓൾമോസ്റ്റ് കുറെ കോൺസെപ്റ്റ്സ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അടുത്തത്, ദ പർച്ചേസ് ഓർ സെയിൽ ഓഫ് എ കമ്മോഡിറ്റി അറ്റ് ദ പ്രസന്റ് പ്രൈസ് വിത്ത് ദ ഒബ്ജക്ട് ഓഫ് സെയിൽ ഓർ പർച്ചേസ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ ഫേവറബിൾ പ്രൈസ് ഇസ് നോൺ ആസ്. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഞാനിപ്പോ വില കുറഞ്ഞിരിക്കുന്ന ഒരു സാധനം മേടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭാവിയിൽ ഇതിന് വില കൂടുന്ന സമയത്ത് വിൽക്കാൻ വേണ്ടിയിട്ട്. അതിനെ പറയുന്ന പേരാണ് സ്പെക്യുലേഷൻ. സ്പെക്യുലേഷന്റെ മലയാളം എന്താ? ഊഹക്കച്ചവടം എന്നാണ് പറയാ. ഊഹക്കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ പവന് വില കൂടിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായില്ലേ? എന്നത് എത്ര 80,000 $100,000 അങ്ങനെ ഇടയ്ക്ക് ആയില്ലേ? ആൻഡ് ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡാന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് ഞാനിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് ഗോൾഡ് മേടിച്ച് വെക്കുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഭാവിയിൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും വില കൂടുന്ന സമയത്ത് ഞാൻ എന്നെ വിൽക്കാൻ പോകുന്നു. അതിനെയാണ് സ്പെക്യുലേഷൻ എന്ന് പറയുന്നത്. ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ നടക്കുന്ന സാധനം. ഹെഡ്ജിങ് എന്ന് പറയുന്നത് ആക്ച്വലി സ്പെക്യുലേഷൻ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. പക്ഷെ ഹെഡ്ജിങ്ങിൽ ജസ്റ്റ് രണ്ട് പേരുണ്ടാവും. ഒരു ബയർ ഉണ്ടാവും, ഒരു സെല്ലർ ഉണ്ടാവും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഹെഡ്ജിങ് ആവുള്ളൂ. ഓക്കെ, ആൻഡ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഹെഡ്ജിങ് ആണെങ്കിലും സ്പെക്യുലേഷൻ ആണെങ്കിലും രണ്ടും ഒരു പ്രൈസ് റിസ്ക് മെക്കാനിസം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് റിസ്ക് മെക്കാനിസം ആണ് പറയുന്ന ബോത്ത് ഹെഡ്ജിങ് ആൻഡ് സ്പെക്യുലേഷൻ. ഓക്കെ, സ്പെക്യുലേഷൻ നമ്മൾ പ്രൈസ് റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ ഒബ്വിയസ്ലി ഉണ്ട്. കാരണം എന്താ? കാൽക്കുലേറ്റഡ് റിസ്ക്സ് എടുത്തിട്ടാണ് ഈ പറയുന്ന സ്പെക്യുലേഷൻ നടത്താറുള്ളത്. ആൻഡ് ഈ സ്പെക്യുലേഷൻ 2 വിധത്തിലുണ്ട്. സ്പെക്യുലേഷൻ പ്രോപ്പറും ഉണ്ട്, സ്പെക്യുലേഷൻ ഇംപ്രോപ്പറും ഉണ്ട്. ലീഗലി ചെയ്യുന്ന സാധനത്തെയാണ് സ്പെക്യുലേഷൻ പ്രോപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന പരിപാടികൾ, നിങ്ങൾ ഈ പറയുന്ന ഗ്രോ എന്ന് പറയുന്ന ആപ്പ്, അപ്സ്റ്റോക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെന്താ ചെയ്യുന്നത്? ലീഗലി കമ്പനീസിന്റെ ഷെയർസ് വില കുറയുന്ന സമയത്ത് മേടിക്കുന്നു, വില കൂടുതൽ സമയത്ത് വിൽക്കുന്നു, അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അത് സ്പെക്യുലേഷൻ പ്രോപ്പർ ആണ്. സ്പെക്യുലേഷൻ ഇംപ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പറയുന്ന ബ്ലാക്ക് മാർക്കറ്റ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ പൂഴ്ത്തി വെച്ച് ആർട്ടിഫിഷ്യൽ സ്കാർസിറ്റി ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് വില കൂട്ടിയിട്ട് ഈ പറയുന്ന സാധനം അവൈലബിൾ ആക്കി കൊടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് സ്പെക്യുലേഷൻ ഇംപ്രോപ്പർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹോർഡിംഗ് എന്ന് പറയുന്ന ടെർമിനോളജി കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഹോർഡിംഗ് എന്താണെന്നും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോ? ഹോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹോർഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? മാർക്കറ്റിംഗിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജിയാണ് ഹോർഡിംഗ്. ഹോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ പറയുന്ന മാർക്കറ്റിൽ നമുക്ക് സാധനങ്ങൾക്ക് ആവശ്യത്തിന് വാല്യൂ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നറിയോ? ഈ പറയുന്ന സംഗതി മാർക്കറ്റിൽ അവൈലബിൾ ആക്കി കൊടുക്കാതിരിക്കും, സ്റ്റോർ ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പൂഴ്ത്തി വെക്കും. അതിനെയാണ് ഹോർഡിംഗ് എന്ന് പറയുന്നത്, പൂഴ്ത്തി വെപ്പ് എന്ന് പറയും. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ സപ്ലൈ മാർക്കറ്റിൽ ഇല്ലാണ്ടാവും. സപ്ലൈ മാർക്കറ്റിൽ ഇല്ലാണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിന്റെ പ്രൈസ് കൂടും. കാരണം ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ വളരെ കുറവാണ് അല്ലെ? എന്താ സംഭവിക്കുന്നത്? അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? വരച്ച് നോക്കി കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഇതായിരുന്നു നമ്മുടെ ഡിമാൻഡ് കർവ്, ഇതായിരുന്നു നമ്മുടെ സപ്ലൈ കർവ്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ, സപ്ലൈ കർവ് അങ്ങനെ തന്നെ നിൽക്കുന്നു, ഡിമാൻഡ് കർവ് ഇപ്പൊ നല്ല പോലെ കൂടി നിൽക്കുന്നു. സോ സ്വാഭാവികമായിട്ടും ആദ്യം പ്രൈസ് ഇവിടെയായിരുന്നു, പക്ഷെ ഇപ്പൊ പ്രൈസ് വളരെ കൂടി മേലേക്ക് എത്തിപ്പോയി. ശരിയല്ലേ? ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന് നോക്കി, നമ്മുടെ പ്രൈസ് കൂടി സംഭവിച്ചല്ലേ? അപ്പൊ ഈ പ്രൈസ് കൂടുന്നതിന് വേണ്ടിയിട്ട്, ഈ പറയുന്ന പ്രൈസിനെ ആർട്ടിഫിഷ്യലി കൂട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗിൽ ചെയ്യുന്ന ഒരു
എന്താണ് അൺഫേവറബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഹോർഡിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ഈ ഹെഡ്ജിങ് സ്പെക്കുലേഷൻ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആ ഡെഫിനിഷനിൽ നിന്ന് ഈ പറയുന്ന സംഗതി തെറ്റിച്ച് കളയരുത്. മിക്കവാറും ഇത്തവണ എക്സാമിന് ഈ പറയുന്ന ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. When the demand for the commodity is perfectly elastic, the consumer surplus is. ഇതൊരു എന്താണ് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത് ബേസിക്കലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോൺസെപ്റ്റുകൾ മെർജ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നത്. ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവുന്ന സമയത്ത് കൺസ്യൂമർ സർപ്ലസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. യെസ്, 0 വരുന്നുണ്ട്. മറ്റെന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ. ഇതിന്റെ ആൻസറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ബോധേഡാവണ്ട. കാരണം എന്താണ് ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, കനോട്ട് ബി കാൽക്കുലേറ്റഡ് എന്നുള്ള കാര്യം വേണേൽ പറയാം. കാരണം ഒരു കറക്റ്റ് ഫിഗർ അല്ലത്. പക്ഷെ സംഭവം എന്താണ് ഇവിടെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അറിഞ്ഞിരിക്കണം. ഓക്കെ. അതിന് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന 2ാമത്തെ ഗ്രാഫ് നോക്കണം കേട്ടോ. കൺസ്യൂമർ സർപ്ലസിന്റെ ഗ്രാഫ് നോക്കണം. കൺസ്യൂമർ സർപ്ലസ് ഞാൻ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. വില്ലിംഗ് ടു പേ മൈനസ് ആക്ച്വലി പേ എന്നുള്ള ഒറ്റ ഐഡിയ വെച്ചിരുന്നാൽ മതി നിങ്ങൾ കൺസ്യൂമർ സർപ്ലസ് ഓർത്തിരിക്കാൻ വേണ്ടി. ഞാൻ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് 50 രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ 40 രൂപയെ എനിക്ക് എന്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്തിട്ടുള്ളൂ. 10 രൂപ എന്റെ പോക്കറ്റിൽ കിടക്കുന്നു. അതിനാണ് ഞാൻ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് എന്റെ ഡിമാൻഡ് കർവ്. ഈ OQRD എന്ന് പറയുന്ന ഏരിയ ആണ് മൊത്തത്തിൽ ഞാൻ കൊടുക്കാനിരുന്നത്. പക്ഷെ എനിക്ക് ഈ പറയുന്ന സ്മോൾ റെക്ടാങ്കിൾ ഈ പറയുന്ന ചെറിയ സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഏരിയ മാത്രമേ എനിക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. സോ കൊടുക്കേണ്ടി വരാതിരുന്ന ആ ഏരിയ ഓഫ് ട്രയാങ്കിളിനെയാണ് ഞാൻ പൊതുവെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന് അല്ലെ. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവുന്ന സമയത്ത് നമ്മുടെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരുന്നു? നോക്കി, സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്ന സമയത്താണ് നമ്മുടെ പെർഫെക്റ്റ്ലി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ പറയുന്ന എന്താണ് ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയി പോയി. സോ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറയുന്ന OQ എന്ന് പറയുന്ന സംഗതി മേടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ മേടിക്കാൻ പോയ പ്രൈസും അവർ കൊടുക്കുന്ന പ്രൈസും ആക്ച്വലി ഈക്വൽ ആയിരിക്കും. സോ സ്വാഭാവികമായിട്ട് ഇതിന്റെ ആൻസർ 0 ആണ് കേട്ടോ. ഞാനിത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്നുള്ളൊരു ധാരണയിലാണ് എയും ഡിയും പറഞ്ഞത്. ഓക്കെ. ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? ഈ പറയുന്ന നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി അതേസമയം ഇവിടെ നമ്മുടെ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും എന്നറിയോ? വെർട്ടിക്കൽ ആവും അല്ലെ. വെർട്ടിക്കൽ ആവും നമ്മുടെ ഡിമാൻഡ് കർവ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ ഓഫ് ഡിമാൻഡ് കർവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ OP പ്രൈസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. മറിച്ച് എന്താണ്, ഇത് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ കാനോട്ട് ബി കാൽക്കുലേറ്റഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി. സോ ഇങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ആ ക്വസ്റ്റ്യൻ അവിടെ എലിമിനേറ്റ് ചെയ്തത്. പക്ഷെ സംഗതി ഇത്രയാന്നുള്ളത്. ഇനി ഇതൊന്നും നിങ്ങൾ അറിയണ്ട. ഈ ഗ്രാഫിക്കൽ കോൺസെപ്റ്റ് ഒന്നും അറിയാതെ നമുക്ക് ഈ സംഗതി ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം അല്ലെ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? നമുക്ക് ഈ പറയുന്ന സാധനത്തിന്റെ ചെറിയ ഡിമാൻഡിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വേറെ പെട്ടെന്ന് വളരെ ഫ്ലെക്സിബിൾ ആണ് അല്ലെ. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആണ് ഈ പറയുന്ന പെർഫെക്റ്റ് ഇലാസ്റ്റിക് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കടയിൽ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കൊക്കക്കോളയാണ്. കൊക്കക്കോളയുടെ വില ഒരു 10 രൂപ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അത് ഇഷ്ടംപോലെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലേ. പെപ്സി ഉണ്ട്, 7up ഉണ്ട്, സ്പ്രൈറ്റ് ഉണ്ട്, മിറിൻഡ ഉണ്ട്, ഇങ്ങനെ പല 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 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾ മറ്റൊന്നിലേക്ക് പോകും അല്ലെ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു കൺസ്യൂമർ സർപ്ലസ് ഒന്നും ഉണ്ടാവില്ല. 0 ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ പ്രൈസ് എത്ര മാത്രം കൂടി എന്ന് പറഞ്ഞാലും കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അങ്ങനെ തന്നെ നിൽക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതൊരു നെസസിറ്റി ആണ്. നിങ്ങൾ അതിന് എത്ര വില കൊടുത്ത് വാങ്ങും. ഫോർ എക്സാമ്പിൾ, ഒരു പാൻഡമിക് നടക്കുന്ന സമയത്ത്, ഒരു വാർ നടക്കുന്ന സമയത്തെ വെള്ളത്തിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ എത്ര കാശ് കൊടുത്ത് നിങ്ങൾ മേടിക്കും. കാരണം എന്താ? നിങ്ങൾക്ക് ഒരു സമയത്തിനപ്പുറത്തേക്ക് ദാഹിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലെ. ആ സമയത്ത് അതിന്റെ കൺസ്യൂമർ സർപ്ലസ് എന്തായിരിക്കും? നിങ്ങൾ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാവും. ശരിയല്ലേ? അവന്മാർ 50 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 150, 1000, 10,000 കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവും. കാരണം നിങ്ങളുടെ ജീവന്റെ വിലയത്. ശരിയല്ലേ? അപ്പൊ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിന് സ്വാഭാവികമായിട്ടും കൺസ്യൂമർ സർപ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ കാനോട്ട് ബി കാൽക്കുലേറ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിലും ആലോചിക്കുക. ഈ ഗ്രാഫ് ഒന്നും കഷ്ടപ്പെട്ട് തലയിലിട്ട് ആലോചിക്കണ്ട. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? എനിക്കൊരു റെസ്പോൺസ് തന്നെ. ഈ കോൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ. നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റിനെ കുറിച്ച് ഒരുപാട് ബോധേഡല്ലെങ്കിലും ഈ പറയുന്ന കൺസ്യൂമർ സർപ്ലസ്, ഇലാസ്റ്റിസിറ്റി, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. നമുക്കൊന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റിയല്ലോ ഇപ്പൊ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, കീ ഫീച്ചർ ഓഫ് ഒലിഗോപോളീസ്. ഇത് മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്നൊരു ചോദ്യമാണ്. പൊതുവെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറില്ല ഇതിന്റെ അകത്തുനിന്ന്, ബട്ട് സ്റ്റിൽ. യെസ്. ആൻസർ ഒരാളെ പറയുന്നുള്ളോ? ബാക്കിയുള്ളവർ വരട്ടെ. ആൻസർ ഏതായിരിക്കും? പെട്ടെന്ന് പറയും.
യെസ്, ഡി ആണല്ലേ. ഇന്റർ ഡിപെൻഡൻസ് ഓഫ് ദ ഫേം ആണ്. കാരണം ഈ ഫ്യൂ ഫേംസ് ആയിരിക്കും, ഒരു 2 to 7 അല്ലെങ്കിൽ ഒരു 2 to 10 ഫേംസ് ഒക്കെ മിക്കവാറും ഈ പറയുന്ന ഒലിഗോപോളിയിൽ ഉണ്ടാവുള്ളൂ. ഒലിഗോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ ഫ്യൂ, വളരെ കുറച്ച് ഫേംസ് മാത്രം, കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഈ പറയുന്ന മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇന്റർ ഡിപെൻഡൻസ് ഓഫ് ദ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഫേമും മറ്റൊരു ഫേമിന്റെ പ്രൈസിങ് സ്ട്രാറ്റജീനെ അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് മെക്കാനിസത്തെ ഒക്കെ എന്താ വളരെയധികം ബന്ധപ്പെട്ടിരിക്കും. അവരുടെ ഡിസിഷൻസ് നമ്മുടെ ഡിസിഷൻസിനെയും ഒരുപാട് ബാധിക്കും. സോ അതുപോലെയാണ് എന്താണ് നമ്മൾ ഈ പറയുന്ന ഒലിഗോപോളി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്റർ ഡിപെൻഡൻസ് ഓഫ് ദ ഫേം ആണ് ഇവിടെ. ഇനി ഒലിഗോപോളിയുടെ അകത്തെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്, എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു സാധനമാണ് കിങ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുക, കിങ് ഡിമാൻഡ് കർവ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് വിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ? മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഡിയോപോളി, ഒലിഗോപോളി. ആൻസർ എന്താണ്? ഒലിഗോപോളി. ഓക്കെ, ഈ കിങ് ഡിമാൻഡ് കർവ് പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്കട്ടെ. കിങ് ഡിമാൻഡ് കർവ് പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കിങ് ഡിമാൻഡ് കർവ് പ്രപ്പോസ് ചെയ്ത ആളുടെ പേരെന്താണ്? ചേംബർലിൻ ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. ചേംബർലിൻ അല്ല. ചേംബർലിൻ കണക്റ്റഡ് ആയിട്ടുള്ളത് ഏത് മാർക്കറ്റ് സ്ട്രക്ചർ ആയിട്ടാന്ന് കൂടി പറയണേ. ഇനി ചേംബർലിൻ ആരുടെ മാർക്കറ്റ് സ്ട്രക്ചർ ആയിട്ട് റിലേറ്റഡ് ആണ്? ഏത് മാർക്കറ്റ് സ്ട്രക്ചർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് ചേംബർലിൻ? ചേംബർലിൻ കൊണ്ടുവന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചേംബർലിൻ കൊണ്ടുവന്നത്. ചേംബർലിൻ, യെസ്. കിങ് ഡിമാൻഡ് കർവ് ആരുടെയാണ് പറഞ്ഞേ? കിങ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പോൾ എം സ്വീസി എന്ന് പറയുന്ന ആളാണ് കൊണ്ടുവന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു വെച്ചോട്ടോ. പോൾ എം സ്വീസി അല്ലെങ്കിൽ സ്വീസി മോഡൽ എന്നൊക്കെ പറയാറുണ്ട് കിങ് ഡിമാൻഡ് കർവിന്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് കർവ് പൊതുവെ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെയാണ് വരയ്ക്കുക. ഇവിടെ ഒരു ചെറിയ കിങ് ഉണ്ടാവും, ഒരു വളവുണ്ടാവും. ആ വളവിനെയാണ് കിങ് ഡിമാൻഡ് കർവ്. അത് ഒലിഗോപോളിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഇനി ഈ പറയുന്ന എക്സസ് കപ്പാസിറ്റി എന്തുകൊണ്ടാണ് ഇത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ വരാത്തത്? പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്താ ഒലിഗോപോളിയുടെ എന്താണ് ഫീച്ചർ അല്ലേ? ഈ ഫീച്ചർ അല്ലേ? എന്തുകൊണ്ടാണ് സി വരാത്തത്? സിനെ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്? ഈ ഒലിഗോപോളി രണ്ട് വിധത്തിലുണ്ട് കേട്ടോ. പ്യുവർ ഒലിഗോപോളി ഉണ്ട്, ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപോളി ഉണ്ട്. ഓക്കെ, അതായത് ഈ ഫ്യൂ ഫേംസ് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്യുവർ ഒലിഗോപോളി എന്ന് പറയും. സോ അതിനെ നമ്മൾ പ്യുവർ ഒലിഗോപോളി എന്ന് പറയും. ഇനി അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപോളി ഉണ്ട്. ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപോളിയിൽ എന്താണ്? ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപോളിയിൽ കമ്മോഡിറ്റീസ് ആർ സ്ലൈറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ഈച്ച് അതർ അല്ലെ. അപ്പൊ ഈ രണ്ട് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ ഒലിഗോപോളി കാണുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഒരു കീ ഫീച്ചർ ആയിട്ട് നമുക്ക് ഒരിക്കലും ഒലിഗോപോളി പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി പറയാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. അതേതാണ്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, ആൻഡ് ഈ എക്സസ് കപ്പാസിറ്റി എവിടെയാണ് കാണാൻ പറ്റുക? എക്സസ് കപ്പാസിറ്റി പറഞ്ഞേ. എക്സസ് കപ്പാസിറ്റി കാണുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലാണ് കേട്ടോ. സോ ഈ പറയുന്ന എക്സസ് കപ്പാസിറ്റിയും പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനും പോകുന്നത് നമ്മുടെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലാണ്. എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയൊന്നും പോകണ്ട, അതൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഹൈ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. അതൊരു കീ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് പ്രൊസീഡ് ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. എ പമ്പ് സെറ്റ് കമ്പനി ഫോളോസ് ഡാഷ് kind of segmentation while producing sophisticated pump set for large farmers. ഏത് ടൈപ്പ് ഓഫ് സെഗ്മെന്റേഷൻ ആണ്? വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ ഈ പറയുന്ന മാർക്കറ്റ് സെഗ്മെന്റേഷൻ. കാരണം കഴിഞ്ഞ എല്ലാ പരീക്ഷകൾക്കും ഒരു ക്വസ്റ്റ്യൻ ഇവർ സെഗ്മെന്റേഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ താല്പര്യമുള്ള ഒരു ചോദ്യമാണ്, തിരിച്ചും മറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഈ പറയുന്ന കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. യെസ്, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണല്ലേ. കാരണം എന്താ? പോപ്പുലേഷന്റെ ഒരു സെറ്റപ്പ് അറിയണം. ലാർജ് ഫാർമർ ആണോ, സ്മോൾ ഫാർമർ ആണോ, ഈ പമ്പ് സെറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫാർമർ ആണോ, അത് കുറച്ച് സ്ഥലമുള്ള ഫാർമർ ആണോ എന്നുള്ള കാര്യം നോക്കുമ്പോൾ അവിടെ എന്താണ് മോസ്റ്റ്ലി ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ് പൊതുവെ ചെയ്യേണ്ടത്. ബാക്കിയുള്ള സെഗ്മെന്റേഷനിലും ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ് കേട്ടോ, നമുക്ക് ഒരിക്കലും അല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മോസ്റ്റ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. ഓക്കെ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ പോപ്പുലേഷന്റെ സ്റ്റഡി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. പോപ്പുലേഷന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഏജ് എങ്ങനെയാണ്, അവരുടെ ഇൻകം ലെവൽ എങ്ങനെയാണ്, അവരുടെ ജെൻഡർ എങ്ങനെയാണ്. പിന്നെ ജിയോഗ്രഫിക് സബ്സെറ്റ് ഓഫ് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണെന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വേണമെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിൻ്റെ ഇത് ജിയോഗ്രഫി അനുസരിച്ചാണ് അല്ലേ. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ വിന്റർ ക്ലോത്തുകൾ കൊടുക്കുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജൂൺ മാസം ആകുമ്പോഴത്തേക്കും കൊടയും ബാഗ് കൊടുക്കുന്ന പോലെ അല്ലെ, സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും സ്കൂബിയുടെ പരസ്യം വരുന്ന പോലെ, അത്രേ ഉള്ളൂ കാര്യം. ഇനി ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എന്താ? മോസ്റ്റ്ലി ആൾക്കാരുടെ കൺസംഷൻ പ്രിഫറൻസസ് നോക്കിയിട്ട് എങ്ങനെ നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മഷ്റൂംസിന്റെ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ്,
മഷ്റൂം പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മഷ്റൂം പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആരായിരിക്കും? മോസ്റ്റ്ലി എലൈറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ? പൊതുവെ അർബൻ ഏരിയയിൽ കിടക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മളൊക്കെ എന്താ, നമ്മുടെ പറമ്പിൽ കൂടുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം പോയി കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പറിച്ച് കറി വെക്കുന്ന ആൾക്കാരാണ് അല്ലേ? സോ സ്വാഭാവികമായിട്ടും ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ കൺസ്യൂമർ പ്രിഫറൻസിനനുസരിച്ചാണ്. പിന്നെ സൈക്കോഗ്രഫി സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള സെഗ്മെന്റേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ബിഹേവിയർ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോക്സി ആയിട്ടുള്ള മറ്റേതെങ്കിലും വേരിയബിൾസ് എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആളുകൾ ജിമ്മിൽ പോകാൻ താല്പര്യരാണോ, അവർ IPL കാണുന്നവരാണോ, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഫുട്ബോൾ കാണുന്നവരാണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു സ്പോർട്സ് പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരിലേക്ക് ഈ പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ പറയുന്ന സൈക്കോഗ്രഫിക് സെഗ്മെന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മീൻസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആർ ഗവേൺഡ് ബൈ. റെഗുലേറ്റഡ് മാർക്കറ്റ് ഗവേൺ ചെയ്യുന്ന ആരാണ്? യെസ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൺലി വൺ ആണ് കേട്ടോ, മാർക്കറ്റ് കമ്മിറ്റി ആണ്. റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ എന്താണ് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്നും അൺറെഗുലേറ്റഡ് മാർക്കറ്റ് എന്നും പൊതുവെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. റെഗുലേറ്റഡ് മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സെല്ലേഴ്സും ബയേഴ്സും ഒക്കെ എന്ത് ചെയ്യും, അവരെല്ലാവരും കൂടി യുനാനിമസ് ആയിട്ട് ഒരു കമ്മിറ്റീനെ ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്യും. ആൻഡ് അതിന്റെ അകത്ത് എന്തായിരിക്കും, ഫാർമറിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും, ട്രേഡറിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും, കൺസ്യൂമറിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും, എന്താണ് ഒരുപക്ഷെ മിഡിൽമെൻ സെക്ഷൻസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ചുമട്ടുതൊഴിലാളികളിൽ വരെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. സോ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്, അവർ ഫോം ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്തായിരിക്കും, ആ മാർക്കറ്റിലെ എല്ലാ വിധത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രാക്ടീസസിനെയും എലിമിനേറ്റ് ചെയ്യാനും എല്ലാവർക്കും വെൽഫെയർ ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കും. സോ മാർക്കറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് റെഗുലേറ്റഡ് മാർക്കറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. ഇനി അതൊന്നും അല്ലാത്താണെങ്കിലോ അൺറെഗുലേറ്റഡ് മാർക്കറ്റ് എന്നാണ് നമുക്ക് പൊതുവെ പറയാം. സോ അതുകൊണ്ട് തന്നെ ആൻസർ ഇവിടെ എന്തായിരിക്കും, ഓൺലി വൺ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Yes. Okay. Which of the following is true regarding the cardinal utility analysis? ഉറപ്പായിട്ട് ഒരു ചോദ്യം മിക്കവാറും ഈ പറയുന്ന കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോദ്യം മിക്കവാറും വരുമായിരിക്കും. ആ കോൺസെപ്റ്റ് എല്ലാം നല്ല തറവാക്കി വെക്കുക. ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓൾ ഓഫ് ദി ബോൺ അല്ലേ? കാരണം എന്താ, യൂട്ടിലിറ്റി മെഷറബിൾ ആൻഡ് ക്വാണ്ടിഫയബിൾ ആയിരുന്നല്ലേ? യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. യൂട്ടിലിറ്റീസ് ആഡിറ്റീവ് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ടോട്ടൽ യൂട്ടിലിറ്റി ഒക്കെ കൂട്ടിയല്ലേ എടുത്തത്. ആൻഡ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷർഡ് ഇൻ ദ ടേംസ് ഓഫ് യൂട്ടിൽസ്, ശരിയല്ലേ? മെനി എക്കണോമിക്സ് ക്രിട്ടിസൈസ്ഡ് കാർഡിനൽ യൂട്ടിലിറ്റി ആസ് അൺറിയലിസ്റ്റിക്. വൈ? ബിക്കോസ് യൂട്ടിലിറ്റി ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റത്തില്ല അല്ലേ? സോ അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഹു ഡിഫൈൻഡ് മാർക്കറ്റ് ആസ് ദ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈങ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ്? ഒരു മനുഷ്യന്റെ നീഡും വാണ്ടും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ് ആണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന്. മാർക്കറ്റിംഗിനെ ഡിഫൈൻ ചെയ്തത് ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് അല്ലെ? മിക്കവാറും ഡയറക്റ്റ് ആയിട്ട് ചോദ്യം തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫിലിപ്പ് കോട്ട്ലർ ആണ് അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആയിരുന്നു. യെസ്, കൺസ്യൂമർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഇസ് സാറ്റിസ്ഫൈഡ് ബൈ ദ കണ്ടീഷൻ. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ കൺസ്യൂമേഴ്സ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എപ്പോഴായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം എപ്പോഴായിരിക്കും സംഭവിച്ചുകൊണ്ടിരുന്നത്? യെസ്, നമ്മുടെ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് അല്ലെ? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് വൈ അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു സാധനം, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എന്നുള്ള ഒരു സാധനം കൂടി പഠിച്ചു വെക്കാം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അവന്മാർ തന്നേക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജിയോഗ്രാഫിക് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ്. പെട്ടെന്ന് പറഞ്ഞേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ചോദ്യം. യെസ്, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. ഡിക്രീസിംഗ് കോസ്റ്റ് ഓഫ് എ ഫേം റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ വേർ. ഇത് പ്രൊഡക്ഷൻ എക്കണോമിക്സ് എന്നുള്ളൊരു ചോദ്യമാണ്, പക്ഷെ എന്നാലും അവന്മാർ ചോദിച്ചു കളഞ്ഞു. എനിക്ക് തോന്നുന്നു അഗ്രി അസിസ്റ്റന്റിന്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഡിക്രീസിംഗ് കോസ്റ്റ് ഓഫ് എ ഫേം റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ വേർ. എന്താണ് ഡിക്രീസിംഗ് കോസ്റ്റ് ഓഫ് എ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നത്? ഒരു ഫേം ഡിക്രീസിംഗ് കോസ്റ്റ് ഫേം ആണോ, കോൺസ്റ്റന്റ് കോസ്റ്റ് ഫേം ആണോ, ഇൻക്രീസിംഗ് കോസ്റ്റ് ഫേം ആണോ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാൻ വേണ്ടി ആ പേരിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഡിക്രീസിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ്റ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ് അല്ലെ? പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ചെലവ് കുറഞ്ഞു വരിക. അതാണ് ഡിക്രീസിംഗ് കോസ്റ്റ് ഫേം അല്ലെങ്കിൽ ഡിക്രീസിംഗ് കോസ്റ്റ് ഇൻഡസ്ട്രി. കോൺസ്റ്റന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 10 കിൻഡലിൽ നിന്ന് 20 കിൻഡലാക്കി, 20 കിൻഡലിൽ നിന്ന് 30 കിൻഡലാവുന്ന സമയത്ത് എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് എന്റെ കോസ്റ്റ് കൂടുന്നത്. സോ കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയാണ്. ഇൻക്രീസിംഗ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ എന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനേക്കാളും ആനുപാതികമായിട്ട് അതിനേക്കാൾ അതിനപ്പുറത്തേക്ക് എന്താണ് എന്റെ കോസ്റ്റ്, എന്റെ ചെലവ് കൂടുന്നു. അതിനാണ് ഞാൻ ഇൻക്രീസിംഗ് കോസ്റ്റ് ഫേം എന്ന് പറയുന്നത് അല്ലെ? ഇതിന്റെ അകത്ത് ഏത്
ഡിക്രീസിങ് കോസ്റ്റ് ആയിരിക്കോ, കോൺസ്റ്റന്റ് കോസ്റ്റ് ആയിരിക്കോ, ഇൻക്രീസിങ് കോസ്റ്റ് ആയിരിക്കോ അഗ്രികൾച്ചറിൽ കൂടുതൽ കാണാൻ പറ്റുക? അത് ആദ്യം പറയൂ, അതിനനുസരിച്ച് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഏത് ടൈപ്പ് ഓഫ് ഏതായിരിക്കും? ഡിക്രീസിങ് കോസ്റ്റ് കാണാൻ പറ്റുമോ, ഇൻക്രീസിങ് കോസ്റ്റ് കാണാൻ പറ്റുമോ, കോൺസ്റ്റന്റ് കോസ്റ്റ് കാണാൻ പറ്റുമോ? അഗ്രികൾച്ചറിൽ ഇൻക്രീസിങ് കോസ്റ്റ് ആണല്ലേ പൊതുവെ കാണാൻ പറ്റുക. കാരണം എന്താ? നമുക്ക് ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകുന്ന കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അതിന്റെ കാരണം എന്താണ്? ചിലപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചേക്കും. വൈ അഗ്രികൾച്ചറിൽ ആൻ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ അഗ്രികൾച്ചറിനെ വിശേഷിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു നിയമമാണ്. ഏതാണ് ആ നിയമം? പ്രൊഡക്ഷൻ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ്, അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ് എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും അല്ലെ, എല്ലാം ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ലോ ഓഫ് ലൈഫ് എന്ന് പറയും, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? അഗ്രികൾച്ചറിന് നമ്മൾ എപ്പോഴും ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അഗ്രികൾച്ചറിൽ കാണുന്നത് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ ഒരു ഫേമിനെ പറയുന്നത്? ഇനി ആൻസർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടല്ലോ. ഇനി ഒന്ന് ഓപ്ഷൻ വായിച്ച് നോക്കി ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഫേമിനെ നമ്മൾ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി ആക്കണമെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ എന്തായിരിക്കും? ചെലവുകൾ കുറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? വരവ് കൂടണ്ടേ? ചെലവ് കുറയണമെങ്കിൽ വരവ് കൂടണ്ടേ? ആൻസർ എന്തായിരിക്കും വരിക? എല്ലാവരും ആൻസർ ചെയ്യൂ. യെസ്, വെരി ഗുഡ്. ആൻസർ ബി അല്ലേ വരിക. കാരണം എന്താ? ഔട്ട്പുട്ട് ഇൻക്രീസസ് പ്രൊപ്പോർഷനേറ്റ്ലി മോർ ദാൻ ദ ഇൻപുട്സ്. അതായത് ഞാൻ 100 ഗ്രാം കൂടുതൽ അഡീഷണൽ ആയിട്ട് എന്റെ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് മേ ബി ഒരു 150 ഗ്രാം അഡീഷണൽ ഔട്ട്പുട്ട് എനിക്ക് കിട്ടുവാണ് അല്ലെ. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ 100 ഗ്രാം ഇട്ട് കൊടുക്കുന്നു, അപ്പൊ എനിക്ക് എന്താ സംഭവിക്കുന്നത്? 200 ഗ്രാം കൂടുതൽ കിട്ടുന്നു. ഞാൻ വീണ്ടും 100 ഗ്രാം ഇട്ട് കൊടുക്കുന്നു, എനിക്ക് 350 ഗ്രാം കൂടുതൽ കിട്ടുന്നു. ഇത് ശരിക്കും ഒരു ഐഡിയൽ സിനാറിയോ ആണ് കേട്ടോ. ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. മേ ബി ഇങ്ങനെയുള്ള സംഭവം എവിടെയാണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂലി ഫെർട്ടൈൽ ലാൻഡ്, ഇന്നേ വരെ കൾട്ടിവേറ്റ് ചെയ്യാത്ത ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡിലൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? സബ്ജക്റ്റഡ് ടു ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതൊക്കെ ഒരു എക്സെപ്ഷൻ ആണ്. സോ അതൊന്നും ഒരുപാട് കാലം നിൽക്കത്തുമില്ല. ഓക്കെ, സോ ആൻസർ ബി ആണ്. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി ആലോചിച്ചെടുക്കാലോ. ഈ ഡിക്രീസിംഗ് കോസ്റ്റ് ഇൻഡസ്ട്രി, ഇൻക്രീസിംഗ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വറീഡ് ആവണ്ട. ആ പേരിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്തെടുക്കണം, എന്നിട്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ആൻഡ് ഇതിനെ നമ്മൾ തിയററ്റിക്കലി കണക്ട് ചെയ്യുന്നത് ഇൻക്രീസിംഗ് റിട്ടേൺസും കോൺസ്റ്റന്റ് റിട്ടേൺസ് ഡിക്രീസിംഗ് റിട്ടേൺസും ആണ്. സ്ലൈഡ് തരുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഇതുമായിട്ടൊന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, എ പ്രോഡക്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി ബൈ വിച്ച് എ ഫേം ചാർജസ് ദ ഹയസ്റ്റ് ഇനിഷ്യൽ പ്രൈസ് ദാറ്റ് എ കസ്റ്റമർ വിൽ പേ ആൻഡ് ദെൻ ലോവേഴ്സ് ഓവർ ദ ടൈം പീരീഡ്. ഒരു സാധനം ഞാൻ വിൽക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ അതിന് ഏറ്റവും മാക്സിമം പ്രൈസ് ഇടും. ഫോർ എക്സാമ്പിൾ, ഐഫോൺ ഒക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഒരു പുതിയ S25 അൾട്ര ഒക്കെ റിലീസ് ആയില്ലേ, എത്ര 1,50,000 കണ്ട അതിന്റെ പ്രൈസ്, ഏറ്റവും മാക്സിമം പ്രൈസാണ്. അതിനുശേഷം മെല്ലെ അതിന്റെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് അതിന്റെ പ്രൈസ് കുറഞ്ഞു വരുന്നതിന് ഞാൻ എന്താ പറയാ? ഏത് ടൈപ്പ് പ്രൈസിംഗ് ആ? മിക്കവാറും ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. മിക്കവാറും മാർക്കറ്റിംഗ് എന്നുള്ളൊരു ചോദ്യം ഇത് തന്നെയായിരിക്കും. ഏത് ടൈപ്പ് സ്ട്രാറ്റജിയാണ്? വിദ്യ മാം, എനിക്ക് മെസ്സേജ് വരാൻ ലാഗ് ആവുന്നതാണോ? അതെ സർ, എല്ലാരും ഇപ്പഴേ വരുന്നുണ്ടല്ലോ. ഇപ്പൊ വരുന്നുണ്ട്. അല്ല, ഞാൻ സാർ ചോദിക്കുന്നതിന് മുന്നേ വന്നായിരുന്നു. ഓക്കെ. എനിക്ക് വരുന്നത് ഒരിത്തിരി ലേറ്റ് ആയിട്ടാണ്. യെസ്, സോ പ്രൊഡക്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി ഏറ്റവും മാക്സിമം ഇനീഷ്യൽ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ അതിനെ പൊതുവെ പ്രൈസ് സ്കിമ്മിംഗ് എന്നാണ് പറയാം അല്ലെ. തൂത്തുവരി എടുക്കുകയാണ് അല്ലെ. ഏറ്റവും എലൈറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ അവിടെ അപ്പൊ തന്നെ വന്ന് മേടിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അവന്മാരെടുത്തുനിന്ന് ചെറുതാൻ പറ്റുന്നതിന്റെ മാക്സിമം തൂത്തുവരി എടുക്കുക, അതാണ് പ്രൈസ് സ്കിമ്മിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് അതിന് എക്സാമ്പിൾസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് സ്കിമ്മിംഗ്, ഐഫോൺ. പ്രോഡക്റ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോവസ്റ്റ് പ്രൈസ് ആദ്യം കൊടുക്കുന്നു അല്ലെ. ഏറ്റവും ചെറിയ പ്രൈസിൽ കൊടുത്തിട്ട് സാമ്പിൾ ഒക്കെ കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് അത് ഇഷ്ടപ്പെട്ട് എടുപ്പിച്ചിട്ട് മെല്ലെ അതിന്റെ പ്രൈസ് കൂട്ടി എടുക്കുന്നതിനാണ് പ്രോഡക്റ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്താണെന്ന് അറിയാലോ? എന്താന്ന്? നമ്മളൊരു സാധനം മേടിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓൺലി 499 രൂപ, ഓൺലി 999 രൂപ അല്ലെ. 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഫിഗറാണ്. പക്ഷെ 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസർ ദ ഫിഗർ, നമുക്ക് വീണ്ടും കുറച്ചൊരു അട്രാക്ഷൻ തോന്നും. നമുക്ക് ഒരിക്കലും 1000 രൂപയുടെ ഒരു ഫീൽ കിട്ടത്തില്ല 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. നിങ്ങൾ ഈ ബഡാ ബസാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം കണ്ടിട്ടില്ല? ഏതെടുത്താലും 199 രൂപ. നമ്മുടെ വിചാരിച്ചിട്ട് 100+ ചിലവാകുന്നുള്ളതാണ്. പക്ഷെ ലിറ്ററലി നമ്മൾ 200 റുപ്പീസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അതാണ് സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Companies that have patents or extensive research and development costs such as pharmaceutical companies are considered as. പേറ്റന്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റോ ഒക്കെ ഉള്ള കമ്പനീസ്, ഫോർ എക്സാമ്പിൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, അവരൊക്കെ
ഫോളോ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മോണോപ്പോളി ആണെന്നാണ് ചോദ്യം. ആൻസർ ചെയ്യാമോ? നാച്ചുറൽ മോണോപ്പോളി ആണോ, മോണോപ്പോളിസ്റ്റിക് ആണോ, പ്രൈസ് മോണോപ്പോളി ആണോ, പബ്ലിക് മോണോപ്പോളി ആണോ? പറയാമോ? ആൻസർ വരാമോ? എനിക്ക് എന്താ വരാത്ത? യെസ് വന്നു തുടങ്ങി. യെസ്, മോണോപോളിസ്റ്റിക് വന്നിട്ടുണ്ട്, പ്രൈസ് മോണോപ്പോളി വന്നിട്ടുണ്ട്, നാച്ചുറൽ മോണോപ്പോളി വന്നിട്ടുണ്ട്. യെസ്, ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ആൻസർക്ക് ആക്ച്വലി ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്തായാലും നാച്ചുറൽ മോണോപ്പോളി എന്താണ്, പ്രൈസ് മോണോപ്പോളി എന്താണ്, പബ്ലിക് മോണോപ്പോളി എന്താണ്, അത്ര ഈസി ആയിട്ട് നിങ്ങൾക്കിത് എവിടെയും കിട്ടത്തില്ല. സോ ഇവിടെ ആൻസർ വരുന്നത് പ്രൈസ് മോണോപ്പോളിയാണ്. ഓക്കെ, ആൻസർ വരുന്നത് പ്രൈസ് മോണോപ്പോളിയാണ്. സോ എന്താണ് പ്രൈസ് മോണോപ്പോളി, നാച്ചുറൽ മോണോപ്പോളി, പബ്ലിക് മോണോപ്പോളി തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് നമ്മുടെ നാച്ചുറൽ മോണോപ്പോളി. നാച്ചുറൽ മോണോപ്പോളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് എന്താണ് ഏതൊരു ഫേംസിനെ അപേക്ഷിച്ചും മറ്റ് കുറെ ഫേംസ് ഉണ്ടാവുമായിരിക്കും, നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ മറ്റേതെങ്കിലും കോമ്പറ്റീറ്റേഴ്സിനെക്കാളും വളരെ ലോവർ കോസ്റ്റില് മറ്റൊരാൾ ഭയങ്കര ഹൈ കോസ്റ്റിലാണ് ഈ പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അവരെക്കാൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വളരെ ലോവർ കോസ്റ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എന്റെ കമ്മോഡിറ്റീസിനെ വിൽക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, നാച്ചുറൽ മോണോപ്പോളി എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഓക്കെ, കാരണം എന്താ, അവർക്ക് ഹൈ ഫിക്സഡ് കോസ്റ്റ് ആണ്, നമുക്ക് പക്ഷെ അത്രയും ഫിക്സഡ് കോസ്റ്റ് ഒന്നുമില്ല, നമുക്ക് കോസ്റ്റ് വളരെ കുറവാണ്, അതുപോലെ നമ്മുടെ എക്കണോമിക് സ്കെയിലും ഭയങ്കര കൂടുതലാണ്. സോ മൾട്ടിപ്പിൾ ഫേംസ് ഈ പറയുന്ന മാർക്കറ്റിൽ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏതൊക്കെയോ കാരണങ്ങളാൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലുമൊക്കെ റോ മെറ്റീരിയൽസ് നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ അവരെക്കാളും നല്ലൊരു പ്രൊഡക്ഷൻ സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. അതിനെയൊക്കെയാണ് നമ്മൾ പൊതുവെ നാച്ചുറൽ മോണോപ്പോളി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പ്രൈസ് മോണോപ്പോളി. പ്രൈസ് മോണോപ്പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൈസ് മോണോപ്പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കോവിഡ് പാൻഡമിക് ഒക്കെ വന്നു, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കമ്പനി അല്ലെ. കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് ഈ പറയുന്ന വാക്സിൻ, അന്ന് വരെ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു പ്രശ്നമായിരുന്നില്ല. സോ ആ സമയത്ത് വാക്സിൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ വാക്സിൻ ഡെവലപ്പ് ചെയ്തു. വാക്സിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒബ്വിയസ്ലി അതൊരു ഇന്റർനാഷണൽ ത്രെറ്റ് ആയതുകൊണ്ട് തന്നെ അത് വളരെ വില കുറവിലും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും ഗവൺമെന്റ് പർച്ചേസ് ചെയ്ത് പ്രൊക്യൂർ ചെയ്തിട്ട് നമുക്ക് തരുകയൊക്കെ ചെയ്തു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഒരൊറ്റ കമ്പനിക്ക് മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കൂ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ കമ്പനി അതിന് പ്രൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് പേറ്റന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റാർക്കും അത് ഉണ്ടാക്കാനും പറ്റത്തില്ല. മറിച്ച് എന്താണ്, ഈ പറയുന്ന സാധനത്തിന് ഹൈ പ്രൈസ് അവർക്ക് ചാർജ് ചെയ്യാനും പറ്റും. അതിനെയാണ് നമ്മൾ പ്രൈസ് മോണോപ്പോളി എന്ന് പറയുന്നത്. കാരണം എന്താ, ഈ പേറ്റന്റ് കയ്യിലിരിക്കുന്നിടത്തോളം കാലം ദർ ഇസ് നോ കോമ്പറ്റീഷൻ അറ്റ്. മറ്റാർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ പേറ്റന്റ് കാലാവധി കയ്യിലിരിക്കുന്നിടത്തോളം കാലം. അതിനെയാണ് നമ്മൾ പ്രൈസ് മോണോപ്പോളി എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ പ്രൈസ് മോണോപ്പോളി ആയിരിക്കും. ഇനി വരുന്നത് പബ്ലിക് മോണോപ്പോളി. പബ്ലിക് മോണോപ്പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പബ്ലിക്, അതിൽ പേരിൽ തന്നെ ഉണ്ടല്ലേ പബ്ലിക്, അതായത് പബ്ലിക്കിന് മൊത്തത്തിൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു സാധനം പ്രൈവറ്റ് ആയിട്ട് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എന്ത് സംഭവിക്കും, മിക്കവാറും അതിന്റെ ബെനിഫിറ്റ് എല്ലാവരിലേക്കും എത്തത്തില്ല. സോ വെൽഫെയർ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അത് പബ്ലിക് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേസ്, അത് പ്രൈവറ്റൈസ് ചെയ്താലത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഈ പറയുന്ന വിമാനങ്ങളൊക്കെ ഇഷ്ടംപോലെ പ്രൈവറ്റ് വിമാന കമ്പനികളുണ്ട് അല്ലെ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽ പേഴ്സൺസിലേക്ക് വളരെ എന്താണ് ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യൻ റെയിൽവേ അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ആ സമയത്ത് ഇന്ത്യൻ റെയിൽവേസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ കാര്യം ആലോചിക്കും. എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ വീണ്ടും നിലനിൽക്കുന്നതിന്റെ കാരണം എന്താ? വെൽഫെയർ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരിലേക്കും ചികിത്സ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാറ്റഗറി ഓഫ് ദ പീപ്പിൾ എത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് മോണോപ്പോളി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? മൂന്നും ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പ്രൈസ് മോണോപ്പോളിയിൽ വന്നു എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എനിക്കൊരു റെസ്പോൺസ് തരാമോ? യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ മാർക്ക് ഇൻ ഇന്ത്യ? അക്മാർക്ക് സർട്ടിഫിക്കേഷൻ മാർക്ക് ഇൻ ഇന്ത്യ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? യെസ്, എൻഷുർ ദ ക്വാളിറ്റി ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണല്ലേ. ഈ അക്മാർക്ക് എന്ന് പറയുന്ന സാധനം 1935 ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്ന DMI, നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വന്നു. ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ 1935 വന്നു. DMIക്ക് കീഴിൽ 1937 നമ്മുടെ അക്മാർക്ക് സർട്ടിഫിക്കേഷൻ വന്നത്. അക്മാർക്ക് സർട്ടിഫിക്കേഷൻ വന്നു. അക്മാർക്ക് സർട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വന്നത്. ഓക്കെ, ഇനി ഈ അക്മാർക്ക് സർട്ടിഫിക്കേഷനിൽ എന്താണ്, യെസ്, അത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ലൈക്ക് 2 പ്രോഡക്ട്സിന്റെ പേരുണ്ടായിരുന്നു, ഞാനത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് നമ്മൾ അടുത്ത Q&Aയിൽ ഞാനതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ മിസ്സായിരുന്നു. ഓക്കെ, ഈ മോണോപ്പോളിയുടെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോണോപ്പോളിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ്
ഡിസ്ക്രിമിനേഷൻ. എന്താ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് അറിയാമോ? എന്താ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ? ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഏത് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്? മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒലിഗോപോളി എന്നായിരിക്കും ചോദ്യം. സോ പോകേണ്ടത് മോണോപോളിക്കാണ്. ഓക്കെ, മോണോപോളിയിലാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സാധനം കാണുന്നത്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരേ പ്രൊഡക്റ്റ് പല പ്രൈസിൽ പല കാറ്റഗറി ഓഫ് പീപ്പിളിന് വിൽക്കുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും എനിക്കൊരു എക്സാമ്പിൾ തരാമോ? സെയിം പ്രൊഡക്റ്റ് പല ആൾക്കാരിലേക്ക് പല പ്രൈസിൽ വിൽക്കുന്ന ഏതെങ്കിലും എക്സാമ്പിൾ ആർക്കെങ്കിലും എനിക്ക് തരാൻ പറ്റുമോ? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ റിയൽ ലൈഫിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഭാരത് ബെൻസ്, 5 സ്റ്റാർ ഹോട്ടൽ, റെയിൽവേ ടിക്കറ്റ്. എനിക്ക് ഭാരത് ബെൻസ് എന്തെന്ന് മനസ്സിലായില്ല, എനിക്ക് 5 സ്റ്റാർ ഹോട്ടൽ എന്തെന്ന് മനസ്സിലായില്ല കേട്ടോ. 5 സ്റ്റാർ ഹോട്ടലൊക്കെ പലർക്കും പല പ്രൈസിന് കൊടുക്കുക, ലൈക്ക് എനിക്കറിയില്ല. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ റേഷൻ കാർഡ്, ടാർഗറ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, യെസ് ടു മച്ച് എക്സാമ്പിൾസ്. ഓക്കെ, ഞാൻ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ സിനിമ കാണാൻ പോവാ. ഓക്കെ, നിങ്ങൾ മൂവി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി അല്ലെ, ഫ്രണ്ട് റോയിൽ വേണ്ടിയിട്ട് ചിലപ്പോൾ 50 രൂപയായിരിക്കും. പിന്നെ അതിന് ഡയമണ്ട് സർക്കിൾ ഉണ്ടാവും, പിന്നെ അതിന് മേലെ ബാൽക്കണി ഉണ്ടാവുമായിരിക്കും അല്ലെ. പ്രോഡക്റ്റ് എന്താ? സെയിം സിനിമയാണ് കാണുന്നത് അല്ലേ. പക്ഷെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്, മിഡിലിന് വേണ്ടിയിട്ട്, ബാക്കിൽ വേണ്ടിയിട്ട്, ബാൽക്കണിക്ക് വേണ്ടിയിട്ടൊക്കെ സെപ്പറേറ്റ് പ്രൈസസ് ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുക. ഇതിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഗാലറിയിലേക്ക് പോകുന്ന സമയത്തോ ഇതേ സംഗതിയാണ് അല്ലെ. കാണുന്നത് ഒരേ മാച്ചാണ്, പക്ഷെ പല സ്ഥലം. നിങ്ങൾ സർക്കസ് കാണാൻ പോകുന്ന സമയത്ത് ശരിയല്ലേ, നിങ്ങൾ റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത്, നിങ്ങളൊരു വിമാന ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത്, ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഈ റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, സ്ലീപ്പർ, തേർഡ് എ സി, സെക്കൻഡ് എ സി, സെയിം സാധനം അല്ലേ. ഈ ട്രെയിൻ ജേണി എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. പക്ഷെ എന്താ, അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നുണ്ട്. സോ ഇതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. 3 ടൈപ്പ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇതൊന്നും നിങ്ങളുടെ ചോദിക്കാൻ സാധ്യത കുറവാണ്. സോ പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ 3 ടൈപ്പ്, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. അതിൽ ഏത് കോമൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? സോ താങ്ക് യു, ഗുഡ് നൈറ്റ്.